കഴിഞ്ഞ ദിവസം നമ്മൾ ബാത്ത് ഉസ് മംഗൾവാർക്കി എന്ന പാഠം നമ്മൾ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞു. ഇന്ന് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ, ഈ ടെക്സ്റ്റ് ബുക്കിൽ 3 ക്വസ്റ്റ്യൻ ആൻസറാണ് ഉള്ളത്. ആ 3 ക്വസ്റ്റ്യൻ ആൻസറിനും വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ആൻസറും, അതുപോലെ ടെക്സ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി പ്രവർത്തനങ്ങളും, പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് രമണി അട്കുരി, പിന്നെ ലെറ്റർ, അട്കുരിയുടെ ഡയറി, പിന്നെ അവിടുത്തെ രോഗിയുടെ ഒരു ഡയറി, പിന്നെ രോഗിയും രമണി അട്കുരിയും തമ്മിലുള്ള ഒരു സംഭാഷണം, പിന്നെ 1 മാർക്കിന് വരുന്ന ബാക്കി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അതായത് പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും കാണണം. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെഹനത്ത് കി കമായി കാ ഭോജൻ സ്വാദിഷ്ട് ക്യോം ഹോ ജാതാ ഹേ? അധ്വാനിച്ച് നേടുന്ന ഭക്ഷണം എന്തുകൊണ്ടാണ് സ്വാദിഷ്ടമാകുന്നത്? ആൻസർ: मेहनत की मूल्य समझने के कारण मेहनत की कमाई का भोजन स्वादिष्ट लगेगा. എന്താണ്? സ്വന്തം അധ്വാനത്തിൻ്റെ വില മനസ്സിലാകുന്നത് കൊണ്ട് അധ്വാനിച്ച് നേടുന്ന ഭക്ഷണം സ്വാദിഷ്ടമായിട്ട് തോന്നുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മറീസ് ഗൈർ ജറൂറി ഇഞ്ചക്ഷൻ ചാഹത്തെ ഹേ ക്യോ? രോഗി ആവശ്യമില്ലാതെ ഇഞ്ചക്ഷൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട്? ആൻസർ: निरक्षर होने के कारण गैर ज़रूरी इंजेक्शन के बारे में गरीब आदिवासी लोगों को कोई ज्ञान नहीं है. അതായത് നിരക്ഷരായതുകൊണ്ട് അവർക്ക് ഇഞ്ചക്ഷനെ കുറിച്ചിട്ടൊന്നും അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. മരീസോം കാ വിശ്വാസ് ഹേ കി ഇഞ്ചക്ഷൻ സെ ബീമാരി ജൽദി ദൂർ ഹോ ജാതി ഹേ. രോഗികൾ വിശ്വസിക്കുന്നത് ഇഞ്ചക്ഷൻ കൊണ്ട് രോഗം പെട്ടെന്ന് തന്നെ മാറുമെന്നാണ്. केवल गोलियां दी जाती तो उन्हें लगता ही नहीं कि उनका इलाज हो रहा है. കേവലം ഗുളിക മാത്രം കഴിച്ചാൽ അവരുടെ അസുഖം മാറില്ല, അത് വെറും ഒരു ചികിത്സ മാത്രമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ്? മിക്ക രോഗികൾക്കും കുത്തിവയ്പ്പിൽ വലിയ വിശ്വാസമാണ്. മാത്രമല്ല, ഗുളിക മാത്രം കൊടുത്താൽ ചികിത്സ കിട്ടിയെന്ന് അവർ കരുതുന്നില്ല. അതാണ് അവർ ആവശ്യമില്ലാതെ ഇഞ്ചക്ഷൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. യഹി ജംഗിൾ കെ ബീച്ച് യെ സബി മേരെ ക്ലിനിക് ഹേ, ഇസ്സെ ആപ്നെ ക്യാ സംജ? ഈ വനത്തിൻ്റെ നടുവിൽ ഇവരെല്ലാവരും എൻ്റെ ക്ലിനിക്കാണ്, ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ആൻസർ: ലേഖിക ജംഗിൾ കെ ബീച്ച് ക്ലിനിക് ചലാന ബഹുത്ത് പസന്ത് കർത്തി ഹേ. നമ്മുടെ ലേഖിക വനത്തിനു അകത്ത് ക്ലിനിക്ക് ചലാന എന്ന് വെച്ചാൽ ക്ലിനിക്ക് നടത്തി കൊണ്ടുപോകുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഫീസ് ലിയേ ബിന ഭൂക്ക് മരെ ഗരീബോം കാ ഇലാജ് കർണ ഉസ്കെ ലിയേ ആനന്ദദായക് ഹേ. ഫീസ് പോലും വാങ്ങാണ്ട് ഭൂക്ക് മരെ വിശന്ന് മരിക്കുന്ന, അതുപോലെ ഗരീബോം കാ എന്താണ് വിശപ്പ് സഹിച്ച് ദരിദ്രരായിട്ടുള്ള ആ പാവപ്പെട്ടവരേനെ ഇലാജ് കർണ ചികിത്സിക്കുക അവർക്ക് വളരെയധികം ആനന്ദദായക് ഹേ, വളരെയധികം സന്തോഷകരമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ആപ്കെ ദൃഷ്ടികോൺ മേ ഏക് ഡോക്ടർ കെ ഗുൺ ക്യാ ഹേ? ടിപ്പണി ലിഖേ. ഇത് ടെക്സ്റ്റിലെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡോക്ടർക്ക് വേണ്ടിയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ടിപ്പണി എഴുതാനാണ്. ഇത് പരീക്ഷയ്ക്ക് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? ഒരു ഡോക്ടർക്ക് എന്തൊക്കെ ഗുണമാണ് വേണ്ടത്? നമ്മൾ ടെക്സ്റ്റിൽ ആ ഒരു ഡയഗ്രാം പോലെയുള്ള അത് കണ്ടു ഇല്ലേ? അതിലുണ്ട് എന്തൊക്കെയാണ് ഒരു ഡോക്ടർക്ക് വേണ്ട ഗുണങ്ങൾ. അത് വെച്ചിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റിലുള്ളത് അതെല്ലാം നിങ്ങൾ എഴുതണം ആദ്യം. ഓക്കെ. അപ്പോൾ എന്താണ്? മേരി റായ് മേം. മേരി റായ് മേം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർക്കോ ഈമാൻദാർ ഹോന ചാഹിയേ. ഡോക്ടർ ഈമാൻദാർ ഹോന എന്ന് പറഞ്ഞാൽ സത്യസന്ധയാവണം. अपने पेशों को धन कमाने का उपाय ना मानना चाहिए. തൻ്റെ ജോലി കേവലം ധൻ കമാന എന്നാണ്, ധനം സമ്പാദിക്കുക എന്നൊരു ഉപായം മാത്രമായിട്ട് കാണരുത്. മറീസോം കെ പാസ് ജാക്കർ ഉൻകി സേവ ശുശ്രൂഷ കർണി ചാഹിയെ. രോഗികളുടെ അടുത്ത് പോയി അവരെ ചികിത്സിക്കണം. മറീസോം കെ സാത്ത് സഹാനുഭൂതിപൂർണ്ണ വ്യവഹാർ
വ്യവഹാർ അപ്നാന ചാഹിയെ. രോഗികളുടെ അടുത്ത് പോയിട്ട് സഹാനുഭൂതിപൂർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെയധികം എന്താണ് സഹാനുഭൂതിയോടെ അവരുടെ നല്ല നല്ല രീതിയിൽ പെരുമാറണം. अपने दायित्व को निभाते हुए समाज के लोगों को स्वस्थ रखने के कामों में എന്താണ് അപ്പനെ ദായിത്വക്കോ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയും സമൂഹത്തിലെ ആളുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ജോലി ചെയ്യുകയും അതിൽ എന്താണ് മുന്നേറുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ല ഡോക്ടർക്ക് വേണ്ട കാര്യങ്ങൾ. അടുത്ത് നോക്കാം. ഗൈർ ജറൂരി ഇഞ്ചക്ഷൻ ചാഹത്തെ ഹേ ക്യോ കോൻ. ഇതൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ആവശ്യമില്ലാതെ ഇഞ്ചക്ഷൻ ആഗ്രഹിക്കുന്നത് ആരാണ്? ഗൈർ ജറൂരി എന്ന് പറയുന്നതാണ് ആവശ്യമില്ലാതെ. ഇഞ്ചക്ഷൻ ചാഹത്തെ ഹേ, ഇഞ്ചക്ഷൻ ആഗ്രഹിക്കുന്നു. കോൻ ആരാണ്? മരീസ്. മരീസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ്, രോഗി. 6ാമത്തെ ക്വസ്റ്റ്യൻ. डॉक्टर रमणी अटकुरी जंगल के बीच किस गांव में अपना क्लिनिक चलाती है? ഡോക്ടർ രമണി അട്കുരി കാടിനുള്ളിലെ ഏത് ഗ്രാമത്തിലാണ് ക്ലിനിക്ക് നടത്തുന്നത്? ഏത് ഗ്രാമത്തിലാണ്? ബ്രാഹ്മണി ഗാവുമേ. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഡോക്ടർ രമണി അട്കുരി കിസ് പ്രകാർ കി ഡോക്ടർ ബന്ന ചാഹത്തി ഹേ? ഡോക്ടർ രമണി അട്കുരി എങ്ങനെയുള്ള ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത്? ആൻസർ ഗരീബോം കി സേവ കർണേ വാലി. പാവപ്പെട്ടവരെ സേവിക്കുന്ന ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. മറീസോം കോ കിസ് പർ ബഡാ വിശ്വാസ് ഹോത്താ ഹേ? രോഗികൾ എന്തിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്? ഇഞ്ചക്ഷൻ പർ. ഇതൊക്കെ 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് നമുക്ക് 1 മാർക്കിന് കഴിഞ്ഞ എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. അടുത്ത് 8ാമത്തെ ക്വസ്റ്റ്യൻ. മറീസോം അത് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് 9ാമത്തെ വാർത്താലാപാണ്. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചു. ടെക്സ്റ്റിലുള്ള 3 ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ടിപ്പണിയും പഠിച്ചു. ഇനി അടുത്തതാണ് വാർത്താലാപ്. വാർത്താലാപ് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷനാണ്. ഡോക്ടറും രോഗിയും, നമ്മുടെ രമണി അട്കുരിയും പിന്നെ അവിടുത്തെ കാണാൻ വന്നിട്ടുള്ള ഒരു രോഗിയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ എഴുതാം. അപ്പോൾ മരീസ് എന്ന് പറഞ്ഞതാണ് പേഷ്യൻ്റ്. ആൾ പറയാണ്, നമസ്തേ ഡോക്ടർ സാഹബ്. നമസ്തേ. അപ്പോൾ ഡോക്ടർ, നമസ്തേ, ബത്തായേ ആപ്കോ ക്യാ തക്ലീഫ് ഹേ? പറയൂ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം? തക്ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് അസുഖം എന്നൊക്കെ ചോദിക്കില്ലേ, എന്താണ് ബുദ്ധിമുട്ട്? അപ്പം മരീസ്, ജി മുझे 2 दिन ബുഖാർ ഹേ. ജി എനിക്ക് 2 ദിവസമായിട്ട് പനിയാണ്. ബുഖാർ എന്ന് പറഞ്ഞാൽ പനി. ആപ് മുझे एक ഇഞ്ചക്ഷൻ ദീജിയേ. താങ്കൾ എനിക്ക് ഒരു ഇഞ്ചക്ഷൻ തരുമോ? അപ്പോൾ ഡോക്ടർ, इसके लिए आपको इंजेक्शन की कोई ज़रूरत नहीं, ഗോലിയാം ഹി കാഫി ഹേ. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഗുളിക കഴിച്ചാൽ മതി. ഗോലിയാം എന്ന് പറഞ്ഞാൽ ഗുളിക. അപ്പോൾ മരീസ്, ടീക്ക് ഹേ തോ ഗോലിയ എന്തോ. ശരി, എന്നാൽ ഗുളിക തായു. അപ്പോൾ ഡോക്ടർ, ആപ് തോ ആജ് കാ ആഖിരി മരീസ് ഹേന. നിങ്ങൾ ഇന്ന് ലാസ്റ്റത്തെ രോഗിയാണല്ലേ, അതായത് കുറേ രോഗികൾ വന്നപ്പോൾ അവസാനത്തെ രോഗിയാണല്ലേ. അപ്പം മരീസ്, ഹാം ഡോക്ടർ ജി, ആജ് ആപ് കൈസേ ലൗട്ട് ജായേഗി ബാരി ബാരിഷ് ഹേന. അതെ ഡോക്ടർ ജി, ഇനി നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു പോവുക? കൈസേ ലൗട്ട് ജായേഗി. ലൗട്ട് എന്ന് പറഞ്ഞാൽ തിരികെ പോവുക. ബാരി ബാരിഷ് ഹേന. ഭയങ്കര മഴയല്ലേ. അപ്പോൾ ഡോക്ടർ പറയാണ്, മേ ബി യഹി സോച്ച് രഹി ഹും, ലഗ്താ ഹേ രാത് കോ യഹിം രുക്കന പടേഗ. ഞാനും ഇത് തന്നെ ആലോചിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് രാത്രി ഇവിടെ തന്നെ തങ്ങേണ്ടി വരും. രുക്കന പടേഗ, തങ്ങേണ്ടി വരിക. അപ്പോൾ മരീസ്, തബ് തോ ആപ്പ് രാത് കോ ക്യാ കായേഗി. അപ്പം നിങ്ങൾ രാത്രി എന്താണ് കഴിക്കുക? അപ്പോൾ ഡോക്ടർ, ചൂൽഹ തോ ഹേ, കഹിം സേ ദാൽ ചാവൽ മിലേ തോ കുച്ച് ബനാക്കേ ഗായേ. ഇവിടെ അടുപ്പുണ്ടല്ലോ, എവിടെന്നെങ്കിലും കുറച്ച് പരിപ്പോ അരിയോ ഒക്കെ വാങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കണം. അപ്പം മരീസ്, ടീക്ക് ഹേ ആപ് ചിന്താ മത് കീജിയേ, ഹം ഇസ്കാ പ്രബന്ധ് കരേഗ. ശരി, നിങ്ങൾ വിഷമിക്കേണ്ട, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ ഡോക്ടർ, ബഹുത് ധന്യവാദ്. വളരെ നന്ദി. അപ്പോൾ ഇതാണ് കോൺവെർസേഷൻ എഴുതാനൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കുക. ഇനി അടുത്തത് ടിപ്പണി എഴുതാനാണ്. ഡോക്ടർ രമണി അട്കുരി की ചരിത്രഗത വിശേഷതാओं पर
നമ്മുടെ ക്യാരക്ടർ സ്കെച്ചാണ് കേട്ടോ ഇത്. ഡോക്ടർ രമണി അഡ്കുരിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ട് ഒരു ടിപ്പണി എഴുതണം. ആൻസർ നോക്കാം. डॉक्टर रमणी अडकुरी गरीबों की सेवा के लिए अपना जीवन समर्पित करने वाली एक ईमानदार डॉक्टर है. ഡോക്ടർ രമണി അഡ്കുരി പാവപ്പെട്ടവരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പന ജീവൻ സമർപ്പിത് കർണേ പോലെ തൻ്റെ സ്വന്തം ജീവിതം തന്നെ അർപ്പിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ്, സത്യസന്ധയായിട്ടുള്ള ഡോക്ടറാണ്. ഈമാൻദാർ ഡോക്ടർ ഹേ. വേ ഡോക്ടറിക്കോ വ്യാപാർ നഹി മാൻതി. അദ്ദേഹം അതൊരു ചികിത്സിക്കുന്നത് ഒരു വ്യാപാരമായിട്ട് കാണുന്നില്ല. ജംഗിൾ കെ ലോഗോം കെ ഇലാജ് കെ ലിയെ വേ ഹർ ഹഫ്തെ കൈ മുസീബത്തെ ജയിൽക്കർ ബി ജാതി ഹേ. കാടിനുള്ളിലെ ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയിലും എന്ത് കഷ്ടപ്പാട് വേണമെങ്കിലും സഹിച്ചിട്ട് അവർ കാട്ടിലേക്ക് വരുന്നു. ഷഹർ കെ ക്ലിനിക് കി അപേക്ഷ ജംഗിൾ കാ ക്ലിനിക് ഉനെ അച്ഛാ ലഗ്താ ഹേ. പട്ടണത്തിലെ ക്ലിനിക്കിനേക്കാളും കാട്ടിലുള്ള ക്ലിനിക്കാണ് അദ്ദേഹത്തിന് ഇഷ്ടം. വഹാം ആദി രാത് തക്ക് ചികിത്സ കർണേ തഥാ രാത് കോ ജംഗിൾ മേ ഹി രുക്കനെ മേ വേ നഹി ഹിച്ചക്കത്തി. ആദി രാത് തക്ക് അർദ്ധരാത്രി വരെ ചികിത്സിക്കുകയും രാത്രിയിൽ കാട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം ഒരു മടിയും തോന്നുന്നില്ല. ഗരീബോം കി ഹാലത്ത് അച്ചി തരഹ് സെ സമജ്കർ ഉസെ സുധാർനെ വാലി ഏക് കർത്തവ്യനിഷ്ഠ ഡോക്ടർ കോ ഹം ഉൻമേ ദേഖ് സക്തേ ഹേ. പാവപ്പെട്ടവരുടെ അവസ്ഥ നല്ല രീതിയിൽ മനസ്സിലാക്കി അവരെ ചികിത്സിക്കുന്ന ഒരു കർത്തവ്യനിഷ്ഠതയുള്ള ഡോക്ടറെ നമുക്ക് എവിടെയും വേറെ കാണാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത് മരീസ് കി ഡയറിയാണ്. ഒരു രോഗിയുടെ ഡയറി. ഡോക്ടർ രമണി അഡ്കുരിക്ക് ചികിത്സ കെ ബാരെ മേ. ഡോക്ടറുടെ ചികിത്സയെ കുറിച്ചിട്ട് ഒരു രോഗി എഴുതിയ ഡയറിയാണ് കേട്ടോ. ഡയറി എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഡേറ്റ് എഴുതണം. ചികിത്സ കേലിയെ ക്ലിനിക്ക് ഗയ. ഞാൻ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ക്ലിനിക്കിലേക്ക് പോയി. ഡോക്ടർ ഔർ സാത്തി ആയെ. ഡോക്ടറും ഡോക്ടറുടെ സാത്തി എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ്, ഫ്രണ്ട് വന്നു. ബഹുത്തു ഭീഡ് തി. വളരെ തിരക്കായിരുന്നു. വേ ആജ് സത്രഹ് കെ ആസ്പാസ് മരീസ് ദേക്കെ. 70ഓളം രോഗികളെ അവരിന്ന് നോക്കി. ഭാരി വർഷ के कारण वे यहाँ रुककर दाल चावल और साग का भोजन बना के गाए. മഴ കൂടിയത് കാരണം അവർ ഇവിടെ താമസിച്ചിട്ട് പരിപ്പും അരിയൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർ കഴിച്ചു. ഇഞ്ചക്ഷൻ पर बड़ा विश्वास करते मरीज को वे समझाते हैं. ഇഞ്ചക്ഷനിൽ വളരെയധികം വിശ്വസിക്കുന്ന രോഗികളെ അവർ നന്നായി മനസ്സിലാക്കി. वे हमेशा कहती है कि यही जंगल के बीच ये सब उनके क्लिनिक है. അവർ പറഞ്ഞു ഈ കാടും അതുപോലെ ഈ കാട്ടിലുള്ള എല്ലാം അവരുടെ ക്ലിനിക്കാണെന്ന്. जंगल में जाकर बिना लाइट पंखे वाली एक कच्ची झोंपड़ी में मरीजों को देर तक देखते रहना. കാട്ടിൽ വരികയും ലൈറ്റും ഫാനും ഒന്നും ഇല്ലാണ്ട് ഒരു കുടിലിൽ രോഗികളെ ഒരുപാട് നേരം അവർ കണ്ടു. അതുപോലെ ജമീൻ പർ സോന. നിലത്ത് കിടന്നുറങ്ങുക. ആദി ആം തൗർ പർ ഏക്ക് പഠേ ലിഖേ ഡോക്ടർ നഹീ കർത്തെ. സാധാരണ എഴുത്തും പഠിപ്പുമുള്ള ഡോക്ടർമാരൊന്നും ഇങ്ങനെ ചെയ്യില്ല. വേ കിത്തനെ ഭിന്ന ഹേ. അവരിൽ നിന്നൊക്കെ എത്ര ഭിന്നമാണ്. ബിനാ ഫീസ് ലിയേ ബി ഇലാജ് കർത്തി ഹേ. പൈസയൊന്നും വാങ്ങാണ്ട്, ഫീസൊന്നും വാങ്ങാണ്ട് അവർ ചികിത്സിക്കുന്നു. ഉൻകെ ജൈസെ ഏക് സമാജ് സേവിക മിൽനെ സേ ഹി ഹം ഇത്തനെ സ്വസ്ഥ രഹത്തെ ഹേ. ഈശ്വർ ഉൻകോ ലംബി ഉമ്ര ദേ. ഇവരെ പോലെയുള്ള സമൂഹത്തിന് വേണ്ടി സേവിക്കുന്ന ഇത്രയും നല്ല ഒരാളെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഈശ്വർ ഈശ്വരൻ ഇദ്ദേഹത്തെ ഒരുപാട് കാലം ആയുസ് നൽകട്ടെ. ലംബി ഉമ്ര എന്ന് പറഞ്ഞാൽ വയസ്സ്. ഒരുപാട് ആയുസ് നൽകട്ടെ. അപ്പോൾ ഇതാണ് ഒരു രോഗിയുടെ ഡയറി. അടുത്തത് ബ്രാഹ്മണി ഗാവ് കി ചികിത്സ കെ ബാരെ മേ ഡോക്ടർ രമണി അഡ്കുരി കാ പത്ര. ഇനി പത്രമാണ് കേട്ടോ. ഈ ഗ്രാമത്തിലെ ചികിത്സയെ കുറിച്ചിട്ട് ഡോക്ടർ ഒരു ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാണ്. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ സ്ഥാൻ താരീഖ് എഴുതണം. പ്രിയ സഹേലി. സഹേലി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി. तुम कैसे हो? कुशल हो ना? मैं यहाँ ठीक हूँ. मैं जंगल के बीच ब्राह्मणी गांव में हर मंगलवार को चलाते आ रहे क्लिनिक की कुछ खास बातें
തുംസെ ബാണ്ട്തി ഹും. എന്താണ് പ്രിയ സഹേലി, പ്രിയപ്പെട്ട കൂട്ടുകാരി, നിനക്ക് സുഖമല്ലേ? ഞാൻ സുഖമായിരിക്കുന്നു. ഈ കാട്ടിലെ ബ്രാഹ്മണി എന്ന ഗ്രാമത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നടന്ന കുറച്ച് വിശേഷപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബാണ്ട്തി ഹും എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക. बरसात के मौसम में भी मैं अपने 5 साथियों के साथ 65 किलोमीटर यात्रा करते हुए नदी पार करके यहाँ पहुँचती थी. മഴക്കാലത്ത് ആ നദിയൊക്കെ കടന്ന് 5 കൂട്ടുകാരുടെ കൂടെ ഞാനിവിടെ എത്തി. ക്ലിനിക് മേ അച്ചി ഘാസി ഭീഡ് ഹമാരി പ്രതീക്ഷ കർ രഹേ ഥേ. ക്ലിനിക്കിലാണെങ്കിൽ ഒരുപാട് ആളുകൾ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചികിത്സ കെ ലിയെ യഹാം ഗാവ് കെ ബാഹർ സേ ഭി ലോഗ് ആത്തെ ഹേ. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗ്രാമത്തിൻ്റെ പുറത്തു നിന്നും ആളുകൾ വരാറുണ്ട്. ബാരി വർഷ കെ ദിൻ വഹി രുക്ക് കർ ഹം ദാൽ ചാവൽ ഔർ സാഗ് കാ ഭോജൻ ബനാക്കെ ഗാത്തേ ഥേ. അത്രയും മഴയുള്ള ദിവസം ഞാൻ അവിടെ നിൽക്കുകയും പരിപ്പും അരിയൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയും ചെയ്തു. നിരക്ഷർ ഹോനെ സെ യഹാം കെ ലോഗു ഇഞ്ചക്ഷൻ പർ ബഡാ വിശ്വാസിയെ. അവർ നിരക്ഷരായതുകൊണ്ട് അവർക്ക് ഇഞ്ചക്ഷനിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. ഇസ്ലിയെ ഉന്നെ ബഹുത്ത് സംജാന പടുത്ത. അതുകൊണ്ട് അവരെ ഒരുപാട് മനസ്സിലാക്കേണ്ടതായിട്ടും വന്നു. അക്സർ ജംഗിൾ മേ ഏക്ക് കച്ചി ജോംപടിയുമേ മരീസോക്കും. വെറും ഈ കാട്ടിലെ കുടിലിൽ രോഗികളെ ചികിത്സിക്കുകയും ദേർ തക്ക് ദേഖ്തേ രഹേ. ഒരുപാട് നേരം അവരെന്നെ ചികിത്സിച്ചു. സെമീൻ പർ സോത്തേ ഹേ. ഞാൻ നിലത്ത് കിടന്നുറങ്ങി. ജംഗിൾ കെ ബീച്ച് ക്ലിനിക്കിൽ ചലാന മേ ബഹുത്ത് പസന്ത് കർത്തി ഹും. കാടിനുള്ളിൽ ക്ലിനിക്ക് നടത്താൻ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഫീസ് ലിയെ ബിന ഭൂക്ക് മരെ ഇൻ ഗരീബോം കാ ഇലാജ് കർണ മേരെ ലിയെ ആനന്ദദായകി. ഫീസൊന്നും വാങ്ങാണ്ട് ഇവരെ പോലെയുള്ള പാവങ്ങളെ സഹായിക്കുക എനിക്ക് ഹാപ്പിയാണ്. യഹാം കെ ലോഗ് ഹമെ ബഹുത്ത് ചാഹത്തെ ഹേ. ഇവിടെയുള്ള ആളുകൾ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇനി കത്ത് ചുരുക്കാണ്. വഹാൻ തുമാരി ക്ലിനിക്ക് കൈസെ ചൽ രഹി ഹേ. നിന്റെ ക്ലിനിക്കൊക്കെ എങ്ങനെ പോകുന്നു? ഘർ വാലോം കോ മേരാ പൂച്ച്താച്ച് കർണ. വീട്ടിലുള്ളവരോട് എൻ്റെ അന്വേഷണം പറയുക. തും കബ് യഹാം ആവോഗി. നീ എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? തബ് മിൽന മത് ഭൂൽന. കാണാൻ മറക്കരുത്. ജവാബ് പത്രയ്ക്ക് പ്രതീക്ഷാസെ. മറുപടി കത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. തുമാരി സഹേലി ഹസ്താക്ഷർ നാം, പിന്നെ സേവാമേം നാം പദ. ഇതൊരു ബോക്സിലാക്കണം. പിന്നെ മൊത്തത്തിൽ നമ്മുടെ ലെറ്റർ ഒരു ബോക്സിൻ്റെ അകത്താണ് എഴുതേണ്ടത്. അപ്പോൾ ലെറ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലെറ്ററൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. അടുത്തത് ഒരു ആശംസാ ലെറ്ററാണ്. ഡോക്ടർ രമണി അട്ഗുരിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ടൊരു ലെറ്റർ. ഈ സെയിം ലെറ്റർ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പാഠത്തിൽ, അതായത് ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര എന്ന പാഠത്തിൽ ഈ ലെറ്റർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അതിൽ നോക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. പിന്നെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.